പ്രാണനായി ഭാഗം 2. കുളിച്ചു ഫ്രഷായി തനിക്കെടുത്തു വച്ചിരിക്കുന്ന വസ്ത്രവും എടുത്ത് അണിഞ്ഞു അവൻ. കണ്ണാടിയിലൂടെ കാണുന്ന തന്റെ പ്രതിബിംബത്തിലേക്ക് അവൻ കുറച്ചുനേരം നോക്കി നിന്നു. നിനക്ക് ഈ താടിയൊക്കെ വടിച്ചു കളഞ്ഞൂടെ കാർത്തി? ഇതൊരുമാതിരി ഭ്രാന്തന്മാരെ പോലെ. ആ, അങ്ങനെ താടിയിൽ പിടിച്ചു വച്ചിട്ടുള്ള കളിയൊന്നും വേണ്ട മോളെ ഗായു. ഇതേ ഈ കോവിലകത്തിൽ കാർത്തികേയന്റെ മാസ്റ്റർ പീസാ. ഓ ആയിക്കോട്ടെ, ഞാനൊന്നും പറയുന്നില്ല. അവനോടുള്ള പരിഭവത്തിൽ മുഖം തിരിച്ചിരുന്നവളുടെ കവിളിൽ അമർത്തി ചുംബിച്ചു അവൻ. ആ ഓർമ്മകളിൽ നിറഞ്ഞ അവന്റെ കണ്ണുകളിൽ പിന്നീട് തെളിഞ്ഞത് പകയായിരുന്നു. തന്റെ പ്രാണനായിരുന്നവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റിയവരോടുള്ള അടങ്ങാത്ത പക. എടി പെണ്ണെ, ദേ ഇതും കൂടി കത്തിക്ക്. അടുപ്പിൽ നിന്നുള്ള പുക അവളുടെ വെളുത്ത മുഖത്തെ ചുവപ്പിച്ചു കളഞ്ഞിരുന്നു. കണ്ണിലേക്കു പടരുന്ന പുക ആ കണ്ണുകളെയും നീറിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് ഓരോ ആജ്ഞ കൊടുത്തുകൊണ്ട് തൊട്ടുമാറി കൊച്ചമ്മ പരിവേഷമണിഞ്ഞ് ജാനമേ നിൽക്കുന്നുണ്ട്. ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് ഉമ അവിടേക്ക് വന്നത്. അടുപ്പിലേക്ക് ആഞ്ഞു നിന്നൂതുന്ന തന്റെ മരുമകളെ അവർ സഹതാപത്തോടെ നോക്കി. അതിനല്ലാതെ മറ്റൊന്നിനും അവർക്ക് കഴിയുമായിരുന്നില്ല. കോവിലകത്തെ വൈഗാമി തമ്പുരാട്ടിയുടെ വാക്ക് ധിക്കരിക്കാൻ അവർക്കും അവകാശമുണ്ടായിരുന്നില്ല. കൂടുതൽ ആ കാഴ്ച കണ്ടു നിൽക്കാനാകാതെ അവർ നിറഞ്ഞ തന്റെ കണ്ണുകൾ തുടച്ച് വെളിയിലേക്ക് നടന്നു. മോളെ, കാർത്തികേയൻ കുഞ്ഞ് എഴുന്നേൽക്കാറായി, വേഗം ചായ തിളപ്പിച്ചു. രാധ പറഞ്ഞപ്പോഴാണ് അവളും സമയമായി എന്നോർത്തത്. വേഗം തന്നെ ഗ്യാസിലേക്ക് പാത്രം വെച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചു. ഓ, ഇവൾ കൊടുത്താലല്ലേ തമ്പുരാൻ കുഞ്ഞു കുടിക്കുള്ളൂ, അല്ല ഭാര്യയല്ലേ? പുച്ഛത്തോടെ അതും പറഞ്ഞു ജാനു പുറത്തേക്ക് നടന്നു. എന്നാൽ അതൊന്നും കാര്യമാക്കാതെ തന്റെ ജോലികളിൽ മുഴുകി നിൽക്കുകയായിരുന്നു ശ്രീ. എല്ലാവരും അവരവരുടെ കാര്യങ്ങൾക്കായി പോയി എന്ന് കണ്ടതും അവൻ പഴേക്കിറങ്ങി വന്നു. ആരുമില്ലാതെ ഒഴിഞ്ഞുകിടക്കുന്ന ഊണുമേശയ്ക്കരികിലേക്ക് അവൻ ഇരുന്നു. ആ നിമിഷം തന്നെ ശ്രീ ഓടി അവിടേക്ക് വന്നു. അവന് വേണ്ടതെല്ലാം എടുത്തുവെച്ച് അടുക്കള ഭാഗത്തെ വാതിലിനരികിലേക്ക് പതിഞ്ഞു നിന്നു. എന്തെങ്കിലും ആവശ്യം വരുന്നു എന്ന് തോന്നിയാൽ ഓടി അവൻ അരികിലേക്ക് ചെല്ലുകയും ചെയ്യും. എന്നാൽ ഇരുവരും തമ്മിൽ യാതൊരുവിധ സംസാരവും ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം പുച്ഛത്തോടെ നോക്കി കാണുകയായിരുന്നു വൈഗാമിയും അവരുടെ മകൾ വൈദേഹിയും. ആരെയും ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ആഹാരം കഴിച്ച് എഴുന്നേറ്റ് പോകുന്നവനെ കണ്ടതും ശ്രീയുടെ ശ്വാസം നേരെ വീണു. വേഗം തന്നെ ഒരു വെപ്രാളത്തോടെ അവൻ കഴിച്ച പാത്രങ്ങൾ എടുത്ത് അടുക്കളയിലേക്ക് നടക്കുമ്പോൾ അവൻ കുഴച്ചിട്ട എച്ചിൽ ചോറിലേക്ക് അവളുടെ കണ്ണുകൾ നീണ്ടു. ഈ നേരം വരെ താൻ ഒന്നും കഴിച്ചിട്ടില്ല എന്നോർത്തതും അവളിൽ പുച്ഛം കലർന്നൊരു പുഞ്ചിരി വിരിഞ്ഞു. രാവിലെ പുറത്തേക്കിറങ്ങിയ കാർത്തികേയൻ തിരികെ വന്നത് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു. കൂടെ അവന്റെ ആത്മമിത്രമായ സിദ്ധാർത്ഥും ഉണ്ടായിരുന്നു. ഡാ, ഞാൻ ഇപ്പൊ വരാം. അബി ആ ഫയൽ അവന്റെ മുറിയിൽ വെച്ചിട്ടുണ്ടെന്നാ പറഞ്ഞേ, അതെടുത്തിട്ട് വരാം. ബുള്ളറ്റ് സ്റ്റാൻഡിൽ വെച്ച് അതിൽ നിന്നിറങ്ങുമ്പോൾ സിദ്ധാർത്ഥ് അവന് മറുപടിയായി ഒന്ന് മൂളി. ഫോണിലേക്ക് തന്നെ ശ്രദ്ധ പതിപ്പിച്ചു നിൽക്കുമ്പോഴായിരുന്നു അവന്റെ കണ്ണുകൾ കുറച്ചു മാറി തന്നേക്കാൾ വലിയ കോടാലി ഉപയോഗിച്ച് വിറകു കീറുന്നവളെ കാണുന്നത്. അവളുടെ ശരീരത്തിന് ആ കോടാലിയെ താങ്ങാനുള്ള കെൽപ്പുണ്ടായിരുന്നില്ല. എങ്കിലും അവൾ എങ്ങനെയൊക്കെയോ അത് താങ്ങി പിടിച്ചുകൊണ്ട് കീറാൻ നോക്കുന്നുണ്ട്. എങ്കിലും വിറക് പഴപ്പോഴായി തെന്നി മാറുന്നു. എങ്ങനെയൊക്കെയോ അവയെ ഒതുക്കി നിർത്തി വെട്ടാൻ ശ്രമിക്കുന്നവളെ അവൻ സഹതാപത്തോടു കൂടി നോക്കി. സഹതാപം നിറഞ്ഞ അതേ കണ്ണുകളോടെ തന്നെ കൂടി നിൽക്കുന്ന പണിക്കാരും അവളെ നോക്കുന്നുണ്ട്. എന്നാൽ മറ്റുള്ളവരുടെ ആജ്ഞ കേൾക്കുന്ന വെറും അടിമകളായിരുന്നു അവരും. നീറുന്ന കണ്ണുകളോടെ, ഹൃദയം വിങ്ങുന്ന വേദനയോടെ അവൻ അവളെ നോക്കി നിന്നു. അറിഞ്ഞിരുന്നില്ലല്ലോ പെണ്ണെ, നിനക്ക് ഇങ്ങനെയൊരു ഗതി ഉണ്ടാകുമെന്ന്. അറിഞ്ഞിരുന്നുവെങ്കിൽ ആർക്കും കൊടുക്കാതെ പൊതിഞ്ഞു പിടിച്ചേനെ ഞാൻ. പക്ഷേ ഞാൻ എത്തുമ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയിരുന്നു. അല്ലെങ്കിൽ വിട്ടുകൊടുക്കില്ലായിരുന്നു ഞാൻ ആർക്കും. പക തീർക്കാനുള്ള ഒരു ഉപകരണമായി. നിറഞ്ഞ കണ്ണുകളോടെ ആ കുഞ്ഞു പെണ്ണിനെ നോക്കി അവൻ മനസ്സിൽ ഉരുവിട്ടു. ഡാ, വാ പോകാം. തന്റെ തോളിൽ തട്ടിയവന്റെ സ്പർശനത്തിലായിരുന്നു സിദ്ധാർത്ഥ് തന്റെ കണ്ണുകൾ അവളിൽ നിന്നും പിൻവലിച്ചത്. വേഗം തന്നെ അവനോടൊപ്പം ഇറങ്ങി ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് തിരിക്കുമ്പോൾ അവൻ കണ്ടു തളർച്ചയോടെ അടുത്തുള്ള കല്ലിലേക്ക് ചാഞ്ഞിരിക്കുന്ന അവളെ. അല്പം വലിയ കമ്പനിയിലേക്ക് അവരുടെ ബുള്ളറ്റ് പ്രവേശിച്ചു. SKA എന്റർപ്രൈസസ് എന്ന വലിയ ബോർഡ് വെച്ചിരിക്കുന്ന ആ കെട്ടിടത്തിലേക്ക് കയറുമ്പോൾ ഇരുവരുടെയും മുഖത്ത് ഗൗരവം മാത്രമായിരുന്നു നിറഞ്ഞു നിന്നിരുന്നത്. ഡാ, ഇന്നാ നീ പറഞ്ഞ ഫയൽ. അഭിറാമിന്റെ മുന്നിലെ ടേബിളിലേക്ക് ഫയൽ ഇട്ടുകൊണ്ട് ചെയറിലേക്കിരുന്നു കാർത്തിയും സിദ്ധാർത്ഥും. അവരെ രണ്ടുപേരെയും ഒന്ന് നോക്കി ഇളിച്ചു കാണിച്ചുകൊണ്ട് അവൻ വേഗം ഫയൽ കയ്യിലെടുത്തു. നീയൊക്കെ എവിടുത്തെ MD ആടാ? അവൻ ഫയൽ പോലും എടുക്കാതെയാ മീറ്റിങ്ങിന് പോകാൻ ഇറങ്ങിയിരിക്കുന്നത്. തന്നെ നോക്കി ഇളിക്കുന്നവനെ പരിഹസിച്ചുകൊണ്ട് സിദ്ധാർത്ഥ് പറഞ്ഞതും അവന്റെ മുഖം വീർത്തു. അല്ല, ഞാൻ മാത്രമല്ലല്ലോ ഇവിടുത്തെ MD, നിങ്ങൾ രണ്ടുപേരും ഉണ്ടല്ലോ. എന്നിട്ട് എനിക്കില്ലാത്ത ഉത്തരവാദിത്വം എന്തേ നിങ്ങൾക്കില്ലാണ്ട് പോയത്?
ഞാൻ പറഞ്ഞപ്പോഴല്ലേ ഇങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് തന്നെ രണ്ടെണ്ണവും അറിഞ്ഞത്. അത് കേട്ടതും തിരികെ പറയാൻ വാക്കുകളൊന്നുമില്ലാതെ സിദ്ധാർത്ഥ് കാർത്തിയെ നോക്കി. അവൻ ഫോണിൽ തിരക്കിലാണ് എന്ന് കണ്ടതും പിന്നെ അവനും അത് വലിയ കാര്യമാക്കാതെ ഇരുന്നു. ഡാ കാർത്തി, എന്താ നിന്റെ ഉദ്ദേശം? തറവാട്ടിൽ വെച്ച് എന്തായാലും ഇത് ചോദിക്കാൻ പറ്റില്ല. അതുകൊണ്ടാ നിന്നെ പ്രത്യേകിച്ച് ഈ സമയത്ത് ഈ ഫയലിന്റെ പേര് പറഞ്ഞാണെങ്കിൽ കൂടി ഇങ്ങോട്ട് വരുത്തിച്ചത്. അത്ര നേരം തമാശയിലിരുന്ന അഭിറാം സീരിയസ് ആയതും സിദ്ധാർത്ഥിന്റെയും കാർത്തിയുടെയും മുഖം ഒരുപോലെ സംശയത്താൽ ചുളിഞ്ഞു. നീ എന്താ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അവന്റെ ഗൗരവം നിറഞ്ഞ മുഖത്തേക്ക് നോക്കി കാർത്തി പറഞ്ഞതും അഭി സിദ്ധാർത്ഥിനെ ഒന്ന് നോക്കി. ഞാൻ പറഞ്ഞത് ശ്രീനന്ദയുടെ കാര്യമാ. അതായത് 1 മാസം മുന്നേ നീ കഴുത്തിൽ താലി ചാർത്തിയ നിന്റെ ഭാര്യയുടെ കാര്യം. അവളുടെ കാര്യം എന്തു പറയാൻ? ഭാര്യ എന്ന പ്രയോഗം അവൻ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ കാർത്തി അലസതയോടെ മുഖം തിരിച്ചു. അവന്റെ ആ ഭാവം അഭിറാമിൽ വേദനയാണ് ഉണ്ടാക്കിയത് എങ്കിൽ സിദ്ധാർത്ഥിൽ ചെറിയ നേരിയൊരു പ്രതീക്ഷയായിരുന്നു നിറച്ചത്. കാർത്തി, നീ? അതെ, കാർത്തി തന്നെയാ. നീയൊക്കെ പറഞ്ഞ ശ്രീനന്ദ, അവളെ ആ വീട്ടുവേലക്കാരിയെ ഞാൻ വിവാഹം കഴിച്ചത് എന്തിനാണെന്ന് നിനക്കും തറവാട്ടിലുള്ളവർക്കും ദേ ഈ ഇരിക്കുന്നവനും പകൽ പോലെ വ്യക്തമാ. എടാ, എന്നാലും എനിക്കൊരിക്കലും അവളെ എന്റെ ഭാര്യയായി കാണാൻ സാധിക്കില്ല അഭി. ആ നിമിഷം കാർത്തി മുന്നിലിരിക്കുന്നവരോട് അലറുകയായിരുന്നു. പിന്നെ എന്തിന് നീ ആ പാവം പെൺകുട്ടിയെ ഇതിലേക്ക് വലിച്ചിട്ടു? അവൾക്കാരും ചോദിക്കാനും പറയാനും ഇല്ല എന്നുള്ള ഒരേ ഒരു കാരണം കൊണ്ട് മാത്രമല്ലേ? അവന്റെ ദേഷ്യത്തിന്റെ അതേ അളവിൽ തന്നെ സിദ്ധാർത്ഥ് അത് ചോദിക്കുമ്പോൾ കുറച്ചു മുന്നേ ജോലി ചെയ്തു തളർന്ന അവളുടെ മുഖം മാത്രമായിരുന്നു അവനിൽ. അതെ, അതുകൊണ്ട് തന്നെയാ. അല്ലെങ്കിലും കോവിലക തറവാട്ടിൽ അവൾ സുഖിച്ച് ജീവിക്കുകയല്ലേ. എന്റെ താലി കഴുതിൽ വീണതുകൊണ്ട് മാത്രം വേലക്കാരിയല്ലല്ലോ ഇപ്പോൾ അവൾ ആ തറവാട്ടിൽ. മറ്റൊരു പേര് കൂടിയുണ്ടല്ലോ, ശ്രീനന്ദ കാർത്തികേയൻ. അടങ്ങാത്ത ദേഷ്യത്തോടെ അവൻ പറഞ്ഞു നിർത്തി. അപ്പോഴും ശ്രീനന്ദ എന്ന പെൺകുട്ടിയുടെ മുഖം പോലും അവനിൽ ഓർമ്മയുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അവൻ അവളെ മര്യാദയ്ക്കൊന്ന് കണ്ടിട്ട് കൂടി ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നതാകും സത്യം. എടാ, അത് ആ വീട്ടിൽ അവളുടെ ജീവിതം എങ്ങനെയാണെന്ന് പോലും അറിയാത്തവനോട് പുച്ഛം തോന്നിപ്പോയി അഭിക്ക്. ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. നീ നിന്റെ പണി നോക്ക്. ആ മീറ്റിംഗ് എന്താണെന്ന് വെച്ചാൽ തുടങ്ങുമ്പോൾ ആവുമ്പോൾ വിളിക്ക്. ഞാൻ എന്റെ ക്യാബിനിൽ കാണും. അത്രയും പറഞ്ഞുകൊണ്ട് ഇഷ്ടപ്പെടാതെ ഇറങ്ങിപ്പോകുന്നവനെ ദയനീയതയോടെ നോക്കിയിരിക്കാൻ മാത്രമേ അഭിറാമിന് കഴിഞ്ഞുള്ളൂ. എന്നാൽ സിദ്ധാർത്ഥിൽ ചെറിയൊരു സന്തോഷം മുള പൊട്ടിയിരുന്നു. ഇത്രമാത്രം ദേഷ്യത്തിൽ അവൻ തുറന്നടിച്ചു പറയുന്നുണ്ടെങ്കിൽ ഒരിക്കലും അവൻ ശ്രീനന്ദയെ അംഗീകരിക്കില്ലെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ഉപേക്ഷിക്കുന്നതിനു മുന്നേ തന്നെ അവളോട് തന്റെ പ്രണയം തുറന്നു പറയണമെന്നും അതിനുശേഷം അവളെ തന്നോടൊപ്പം കൂട്ടണമെന്നും അവൻ ഉറപ്പിച്ചു. അല്ല നേത്ര, എന്താ നിന്റെ ഭാവം? ഇപ്പോഴും വല്യേട്ടനെ തന്നെ സ്വപ്നം കണ്ട് നടക്കുവാണോ നീ? അതെന്താ ആർച്ചേ നീ അങ്ങനെ ചോദിച്ചത്? അല്ലടി, നിന്നെ വിവാഹം കഴിക്കാൻ പറ്റില്ലെന്നുള്ളത് കൊണ്ടല്ലേ ഏട്ടൻ ആ വേലക്കാരിയെ വിവാഹം ചെയ്തത്. അത് കേട്ടതും നേത്രയുടെ കണ്ണുകളിൽ ദേഷ്യം നിറഞ്ഞു. അതെ, വേലക്കാരി. അവളെ അങ്ങ് ഇല്ലാതാക്കിയാൽ തീരാവുന്നതല്ലേ ഉള്ളൂ ഈ പ്രശ്നം. എടി, നീ ഇതെന്തൊക്കെയായി പറയുന്നത്? ആർച്ചയുടെ കണ്ണുകൾ മിഴിഞ്ഞു. ഓ, അവൾ അങ്ങ് തട്ടിപ്പോയാൽ ആര് വന്ന് ചോദിക്കാനാടി? നിന്റെ ഏട്ടൻ പോലും തിരിഞ്ഞു നോക്കാത്തവളാ. എടി, അത് പിന്നെ ഏട്ടന് ഇഷ്ടമല്ലല്ലോ നിന്നെ. പിന്നെ എന്തിനാ അവളെ കൊല്ലുന്നേ? നേത്രയുടെ കണ്ണുകളിൽ വാക്കുകളുടെ നടുക്കത്തിൽ അവൾ പറഞ്ഞതും നേത്ര അവളെ ഒന്ന് പുച്ഛിച്ചു. അങ്ങനെ ഞാൻ അണിയേണ്ട താലി മറ്റൊരുത്തി ഇട്ട് നടക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല ആർച്ചേ. തുടരും. പ്രാണനായുടെ അടുത്ത ഭാഗവുമായി ഉടനെ എത്തുന്നതാണ്. എന്ന് നിങ്ങളുടെ സ്വന്തം